വലിയ തിരിച്ചടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിന് ശേഷം തൻ്റെ മുന്നണിയെ നയിക്കുന്ന കേരളത്തിൽ മുഴുവൻ 500-ലധികം ഹോർഡിങ്ങുകളിൽ 30 അടി ഉയരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ലോഡ് ഷെഡിംഗ് കേരളത്തിൽ 10 കൊല്ലം ഞാൻ ഒഴിവാക്കിയെന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ പവർ സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 250 മെഗാവാട്ട് കോൺട്രാക്ട് ചെയ്യാനുള്ള നിസ്സാരമായൊരു നടപടി പോലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ ഭരണപരാജയം ഞാൻ തുറന്നു പറയുന്നു ശ്രീ വിനു, ഇന്ന് രാത്രി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ തുറന്നു പറയുന്നു, എൻ്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെന്റിൽ കണ്ടിട്ടില്ല. 24-ന് ശേഷം കേരളത്തിൽ ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ നടക്കുന്നത് നവകേരള സദസ് എന്ന പേരിൽ 40-50 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് നാണക്കേടാണ്. നിങ്ങളൊരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഈ നവകേരള സദസ്സിന്റെ ചെലവ് എങ്ങനെയാണ് എടുത്തത്? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ബസ് ഓടിച്ചു പോയിട്ട് 20 മന്ത്രിമാർ ജനങ്ങളെ ഫേസ് ചെയ്യാണ്. അന്ന് ഗവൺമെന്റിൽ ഇറങ്ങിയ ഉത്തരവിൽ വളരെ വിചിത്രമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാനായിട്ട് സബ് കളക്ടർമാരും കലക്ടർമാരും അവിടെയുള്ള ക്വാറിക്കാരുടെ കയ്യിൽ നിന്നും പെട്രോൾ ബങ്കുകാരുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ നിന്നും പിരിവെടുത്തിട്ട് മൃഷ്ടാന്ന ഭോജനം വാങ്ങി കൊടുക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ട് നടപ്പിലാക്കിയ അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കാണാൻ പറ്റുമോ? അതായത് ജില്ലയിൽ സന്ദർശനത്തിന് പോകുന്നവർക്ക് പിരിവെടുത്ത് പൗരപ്രമുഖന്മാർക്ക് പാലിൽ കുതിർത്ത കശുവണ്ടി പരിപ്പ് രാവിലെ ടേബിളിൽ കൊണ്ട് വെച്ചു കൊടുക്കണം, മുറിയിൽ കൊണ്ട് ചെന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കണം. നിങ്ങൾ ഉത്തരവെടുത്ത് വായിച്ചു നോക്കൂ. ഉച്ചയ്ക്ക് ഉത്തരവ് കൊടുക്കുമ്പോൾ പക്ഷെ ഞാനിത് വായിച്ചിട്ട് പറഞ്ഞു, ഉത്തരവ് ഈ അത്താഴത്തിൽ നിന്നത് കാര്യമായി. അത്താഴത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവ് പറയാതിരുന്നത് വളരെ നന്നായിപ്പോയി. കാരണം ഔചിത്യം അത്രയെങ്കിലും കാണിച്ചല്ലോ. അതിനുശേഷം ഇക്കണ്ട പബ്ലിക് റിലേഷൻ അഭ്യാസത്തിനെല്ലാം ശേഷം ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് ഇപ്പൊ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 13 ഇനങ്ങൾക്ക് സബ്സിഡി വിതരണം നടത്തുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3300 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ കർഷകർക്ക് 240 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ മരുന്ന് വിതരണക്കാർക്ക്, മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് വിതരണം ചെയ്യുന്നവർക്ക് 500-ലധികം കോടി രൂപ കൊടുക്കാനുണ്ട്. ഈ തുകകളെല്ലാം കുടിശ്ശിക ഇട്ടുകൊണ്ട് 40,000 കോടിയിൽ പരം കുടിശ്ശിക ഇട്ടുകൊണ്ട് 250 കോടി കേരള സർക്കാർ കടമെടുത്ത കിഫ്ബിയുടെ പണം കൊണ്ട് ഇക്കണ്ട ഹോർഡിങ്സും ബാനറുകളും കിഫ്ബിയുടെ യന്ത്രമനുഷ്യനും അതുപോലെ തന്നെ ഇരുണ്ട ഭൂതകാലത്തെക്കുറിച്ചുള്ള പരസ്യങ്ങളും സംപ്രേഷണം ചെയ്യാനുള്ള തൊലിക്കട്ടി, അതിനുള്ള അത് കാണിക്കാനുള്ള എന്താ പറയാ ഉളുപ്പില്ലായ്മ, അതിന് ജനങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇക്കണ്ട ഫിഗേഴ്സിൽ ഇൻവോൾവ് അല്ല. പൂർണ്ണ തിരസ്കാരമാണ് 4-ാം തീയതി വരാൻ പോകുന്നത്. ബുദ്ധിജീവി യൂണിയൻ നേതാവ് പരാതിപ്പെട്ടത് ശരിയാണ്. ഡോക്ടർ ബി അശോക് IAS മാധ്യമങ്ങളോട് സംസാരിച്ചത് അത്ര ശരിയായില്ല. അദ്ദേഹം ഒന്നുകൂടെ ശ്രമിച്ചിട്ടുണ്ട്. ഡോക്ടർ ബി അശോക് സ്ഥിരോത്സാഹിയും തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്ന പ്രഗത്ഭനാണ്. ഇത് കണ്ട ശേഷം അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും എഴുതി അറിയിക്കുമല്ലോ. N പ്രശാന്ത് IASന്റെ ഒരു കുറിപ്പാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണതലത്തിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന IAS IPS ഉദ്യോഗസ്ഥരൊക്കെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണകർത്താവിൻ്റെ പരാജയങ്ങളിൽ നിരാശരാണ്. പരാജയം എന്ന് പറഞ്ഞാൽ ഭൂലോക തോൽവിയായിട്ടില്ല, ഇലക്ഷനിൽ തോക്കുന്നതിനെ കുറിച്ചല്ല, മറ്റ് ഭരണ നിർവഹണ മേഖലയിലുള്ള പരാജയം, പിടിപ്പുകേട്, കൊടുകാര്യസ്ഥത എന്ന് വേണ്ട ഭരണം എന്നൊന്നും പറഞ്ഞതുണ്ടായിട്ടില്ല. ഇവിടെ നടന്നതൊക്കെ ഇപ്പം എന്താ പോയി. ഞാൻ ഒരൊറ്റ കാര്യം, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ പിണറായി വിജയന്റെ ഒരു പ്രൊജക്റ്റ് എന്താണ്? റോഡ് പണിയും പാലം പണിയാണ്. റോഡും പണിയും പാലം പണിയും പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ പോലും ഉണ്ടാക്കുന്നുണ്ട് റോഡും പാലവും. അവർക്ക് അധികാരമില്ല. അവർക്ക് ഈ പറയുന്ന ഗ്രാമങ്ങൾക്കുള്ളിലുള്ള ഈ സർവീസ് റോഡ് പോലെ 3 മീറ്റർ വീതിയുള്ള റോഡ് നിർമ്മിക്കാനേ അവർക്ക് അധികാരമുള്ളൂ. അതുകൊണ്ട് അവരതാ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി അവർക്ക് നാഷണൽ ഹൈവേ നിർമ്മിക്കാനുള്ള അധികാരം കൊടുത്തു നോക്ക്, അവർ നാഷണൽ ഹൈവേ ഉണ്ടാക്കും. മനസ്സിലായില്ലേ? പാലം അവരുണ്ടാക്കുന്നുണ്ട്. ബിൽഡിങ്, സ്കൂളിന് ബിൽഡിങ് അവരുണ്ടാക്കുന്നുണ്ട്. അംഗൻവാടിക്ക് ബിൽഡിങ് അവരുണ്ടാക്കുന്നുണ്ട്. ആര്? വാർഡ് മെമ്പർമാര്. അപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കാനോ റോഡ് ഉണ്ടാക്കാനോ ഒന്നും കേരളത്തിൽ ഇനിയിപ്പോൾ ഈ വാർഡ് മെമ്പർ അല്ലെങ്കിലും കേരളത്തിലെ ഏതൊരു മനുഷ്യന്റെ കയ്യിലും ഫണ്ട് കൊടുത്തിട്ട് അവിടെ ഇന്ന ആവശ്യത്തിനൊരു ബിൽഡിംഗ് വേണം എന്ന് പറഞ്ഞാൽ ഫണ്ട് അവൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവനത് ചെയ്യും ഭംഗിയായിട്ട്. ചിലപ്പോൾ പിണറായി വിജയൻ ഉണ്ടാക്കുന്നതിലും നല്ല അന്തസ്സായിട്ട് അവരത് ചെയ്യും.
മനസ്സിലായില്ലേ? അതിനൊക്കെ കഴിവുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പാലമുണ്ടാക്കലും റോഡുണ്ടാക്കലും ഒന്നുമല്ലല്ലോ ഇവിടെ. ഈ ജനത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ ഒരു പ്രൊജക്റ്റ് എന്താണ്? ഇനി 2016 പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾ നോക്ക്. എന്താണ്? ഇപ്പൊ വിഴിഞ്ഞം പോർട്ട് അതിന് വിത്ത് പാകിയതാരാ? ഉമ്മൻചാണ്ടി. മെട്രോ റെയില് വിത്ത് പാകിയതാരാ? ഉമ്മൻചാണ്ടി. കണ്ണൂർ എയർപോർട്ട് വിത്ത് പാകിയതാരാ? ഉമ്മൻചാണ്ടി. അപ്പോ ഇതുപോലെ പിണറായി വിജയന്റെ ഒരു പ്രൊജക്റ്റ് പിണറായി വിജയൻ അന്ന് പറഞ്ഞു 2016 എന്ത് പറഞ്ഞു? ഞാന് മെട്രോ എവിടെ വരും? മോണോ റെയിൽ കോഴിക്കോട് വരും, തിരുവനന്തപുരത്ത് വരും, തൃശ്ശൂരിൽ വരും. വന്നോ? വിഴിഞ്ഞം തുറമുഖം പോലെയുള്ള തുറമുഖങ്ങൾ കേരളത്തിൽ വിവിധയിടങ്ങളിൽ വരും. വന്നോ? എന്തെങ്കിലും ഒന്ന് വന്നോ? ഏതെങ്കിലും ഒന്ന് നടപടിയായോ? ഒന്നും ആയില്ലെന്ന് മാത്രമല്ല, ഇവിടെ നടന്നിരിക്കുന്നത് അത്രയും കൊള്ളയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയന്റെ PR വേണ്ടിയിട്ട് പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവഴിക്കുകയായിരുന്നു. പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവഴിക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ അശോക് IAS ഡോക്ടർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ സസ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പുറത്ത് പ്രശാന്ത് IAS വളരെ കാര്യക്ഷമമായി പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന IAS IPS ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ കൂട്ടത്തിൽ പെടുന്ന ആളുകളാ. ഇപ്പൊ പ്രശാന്ത് IAS കോഴിക്കോട് കളക്ടറായിരുന്ന കാലത്ത് കളക്ടർ ബ്രോ എന്നാണ് അറിഞ്ഞപ്പെടുന്നത്. പിന്നെ അവിടുന്ന് അദ്ദേഹം വിവിധ വകുപ്പുകളുടെ സെക്രട്ടറി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. കോഴിക്കോട് കളക്ടറായപ്പോൾ കളക്ടർ ബ്രോ എന്നറിയപ്പെട്ട പ്രശാന്ത് IAS ഇപ്പൊ സസ്പെൻഷനില്ല. എന്താ കാര്യം? ഇവര് ഈ പറയുന്ന കൊള്ളരുതായ്മകൾ തുറന്നു പറയുന്നു. അതാണ് പ്രശ്നം. അത് കാരണം ഇവരെയൊക്കെ സസ്പെൻഷനാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്നലെ എക്സിറ്റ് പോൾ വരുന്നതിന് തൊട്ട് മുൻപാണ് ഡോക്ടർ ഈ പറയുന്ന അശോക് IASന് സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തത് പിണറായി വിജയൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞാല് ഈ IAS ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമുള്ള പരിപാടിയാ. കാരണം എന്താ? അവർക്ക് ഒരു ജോലി കൊടുക്കണ്ട, ഒരു ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവില്ല. IAS കാരനായതുകൊണ്ട്, സിവിൽ സർവീസ് ഉള്ളത് കൊണ്ട് അയാൾക്ക് ശമ്പളം കിട്ടും, ശമ്പളം കൊടുക്കണം. അതാണ് ഈ രാജ്യത്തെ നിയമം. അയാളുടെ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും, അയാൾക്ക് ഒരു പണി കൊടുക്കണ്ട. അപ്പൊ എന്ന് പറഞ്ഞാല് എന്തിന്റെ പേരിലാണ് ഇവരെയൊക്കെ സസ്പെൻഷൻ അടിച്ച് മാറ്റി നിർത്തുന്നത്? കാരണം ഇവര് തുറന്ന് പറയുന്നത് കാരണം. പിണറായി വിജയന്റെ കൊള്ളരുതായ്മകള് പൊതുമധ്യത്തിൽ തുറന്ന് പറയുന്നതാണ് ഇവർ ചെയ്യുന്ന തെറ്റ്. അത് പറയാതിരുന്നാൽ പ്രശ്നമൊന്നുമില്ല. അത് പറഞ്ഞാൽ അവനിനി പണിയെടുക്കണ്ട, അവൻ വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിക്കോട്ടെ. കാരണം വിജയനക്ക് എന്താ ശമ്പളം ഒക്കെ പോകുന്നത് ഈ പൊതുഖജനാവിൽ നിന്നായതുകൊണ്ട് വിജയന്റെ തറവാട്ട് സ്വത്തു നിന്നല്ലോ. അപ്പോ വിജയനെ സംബന്ധിച്ചിടത്തോളം അവൻ സർവീസിൽ ഡ്യൂട്ടിയിൽ ഉണ്ടാകുമ്പോൾ, ഇൻചാർജിൽ ഉണ്ടാകുമ്പോൾ അവന്റെ തുറന്നു പറച്ചിലുകൾ പാരയാണ്, പണിയാണ്. അതുകൊണ്ട് അവനെ സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ഹോർഡിങ്സുകളാണ് പിണറായി വിജയന്റെ മോന്തയും വെച്ചിട്ട്. എവിടുന്ന പണം? CPMന്റെ പണമാണോ? പിണറായി വിജയന്റെ പോക്കറ്റിലെ പണമാണോ? അല്ലല്ലോ. കേരളത്തിലെ പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ കൃത്യമായിട്ട് പരാജയങ്ങൾക്കുള്ള പരാജയമാണ്. ഇത് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടതാ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിന്റെ ട്രെയിലർ മാത്രമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ട്രെയിലർ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ ട്രെയിലറിലുള്ള കാര്യങ്ങള് അത് അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അതാണ് ട്രെയിലർ, സൂചനകൾ മാത്രം. ആ സൂചനകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മൾ കണ്ടത്. ഇനി വരാൻ പോകുന്നത് വലിയ ഒരു തരംഗമാണ്, ഭരണവിരുദ്ധ തരംഗം. അതാണ് സതീശൻ പറഞ്ഞ 100+ എന്ന് പറയുന്ന ഫിഗർ. ആ ഫിഗറിലേക്ക് എത്തും, ഉറപ്പായിട്ടും എത്തും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന ചർച്ചകളോ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഈ പറയുന്ന ന്യായീകരണങ്ങളോ ക്യാപ്സ്യൂളുകളോ ഒന്നുമല്ല. മറിച്ച് മനുഷ്യൻ, സാധാരണക്കാരൻ്റെ ജനവിധി എന്ന് പറയുന്നത് പെട്ടിയിൽ മെയ് 4 പുറത്ത് വരുമ്പോൾ
അത് വലിയ ഭയാനകമായിരിക്കും. ആരെ സംബന്ധിച്ചെടുത്ത്? CPM സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായിരിക്കും. ജനം അത്രമാത്രം വെറുത്തിട്ട്, ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ, ജനം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ അവസരം ഏപ്രിൽ 9 ജനം വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മെയ് 4 റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഇന്നലകളിൽ കണ്ട ഈ പറയുന്ന എക്സിറ്റ് പോൾ ഒന്നും ആയിരിക്കില്ല ഫലം. എക്സിറ്റ് പോളിൽ സൂചന ഉണ്ട്. എന്ത് സൂചന? അധികാരത്തിലേക്ക് UDF ആണ്. അത് ശരിയാ. പക്ഷെ ആ ഫിഗർ ഉണ്ടല്ലോ, അവർ പറഞ്ഞിരിക്കുന്ന ഫിഗർ, അതൊന്നും ആയിരിക്കില്ല. ആ നമ്പർ എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ നമ്പറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു പാകപ്പിഴ 2021 സംഭവിച്ചു. പിന്നീട് അങ്ങോട്ട് അയ്യോ പറ്റിപ്പോയി എന്നുള്ള അവസ്ഥയിലായിരുന്നു ജനം. പറ്റിപ്പോയി എന്നുള്ള അവസ്ഥയിലായിരുന്നു ജനം. അവിടെ നിന്നാണ് ജനം ആ ഒരു 5 വർഷം കാത്തിരിക്കുകയായിരുന്നു. അവരുടെ തീരുമാനങ്ങളെ മിനുക്കി, മൂർച്ച കൂട്ടി, അതിനെ ഷാർപ്പാക്കി അവർ കാത്തിരിക്കുകയായിരുന്നു. അവർ വിധി എഴുതി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ചർച്ചകളൊന്നും എവിടെയും ഉണ്ടാവില്ല. എല്ലാ അർത്ഥത്തിലും ഒരു ക്ലീൻ സ്വൈപ്പ് കേരളത്തിൽ ഉടനീളം, ഒരു UDF തരംഗം, പിണറായി വിജയന് വിരുദ്ധമായിട്ടുള്ള സർക്കാർ ഭരണവിരുദ്ധ വികാരം, ഒരു ആൻറ്റി ഇൻകംബൻസി, അത് വ്യക്തമായിട്ട് പ്രതിഫലിച്ച് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി സംഘ് പരിവാറിൻ്റെ അതേ അജണ്ടകളാണ് പിണറായി വിജയൻ നടപ്പിലാക്കുന്നത്. അതേ ശൈലി, അതേ വഴിയിലൂടെയുള്ള സഞ്ചാരം. തങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അപ്പം പിടിച്ച് മാറ്റി നിർത്തുക, അവനെ ഇല്ലായ്മ ചെയ്യുക, അവനെ സസ്പെൻഷൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവനെതിരെ എടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നടപടി സസ്പെൻഷനാണ്. അപ്പോൾ സസ്പെൻഡ് ചെയ്യുക. എന്താ കാര്യം? ഇവരൊക്കെ വന്നിട്ട് തുറന്ന് പറച്ചിലുകളാണ്, വിളിച്ചു പറയുകയാണ് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുരുപൊട്ടും. അടിമകൾക്ക് മാത്രമല്ല, അടിമകളുടെ രാജാവിനും കുരുപൊട്ടും. ഉടനടി സസ്പെൻഷൻ കുത്തി കൊടുത്തു. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ സാധാരണക്കാരെ അനുഭവിച്ച ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആ ജനമാണ് വിധി എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്.